ആ, ഇന്ന് എത്ര ലോഡ് പോയി? ഇന്നൊരു ലോഡും പോയില്ല. എന്ത്? കുറെ ആളുകൾ വന്ന് ലോറി തടഞ്ഞു. എന്നിട്ട് അതും കണ്ടുകൊണ്ട് നീ ഇങ്ങോട്ട് പോകുന്നതല്ലേ? ഫരീദ് എന്നൊരു മുസൽമാനാണ് അവർക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഫരീദോ? ഞാനിവിടെ വന്ന കാലം മുതൽ അവൻ എന്നെ എതിർത്തുകൊണ്ടിരിക്കുകയാണ്. സ്വയം എതിർക്കാൻ പറ്റാത്തതിനാലാണ് നാട്ടുകാരെ കൂട്ടുപിടിച്ചത്. ശരി, ഞാൻ കൂടെ വരാം. ഡാഡി, എന്താ മോളെ? ഈ വനം കൊള്ളയും കള്ളക്കടത്തും ഇനിയെങ്കിലും മതിയാക്കരുത് ഡാഡി. മോളെ, നാം ഇന്ന് അനുഭവിക്കുന്ന സുഖ സൗഭാഗ്യങ്ങളെല്ലാം ഈ വനം കൊള്ളയുടെ നേട്ടമാണെന്ന് മറക്കരുത്. എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ടും പിന്നെ ഈ അപകടകരമായ തൊഴിൽ എന്തിനാണ് ഡാഡി? ഡാഡിയെ ഉപദേശിക്കാൻ നീ വളർന്നിട്ടില്ല. മോളെ, ആളുകൾ ആകെ ഇളകിയിരിക്കുകയാണ്. എനിക്ക് പേടിയാകുന്നു ഡാഡി. നീ പഠിത്തത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. വെക്കേഷൻ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് തന്നെ അബദ്ധമായെന്ന് തോന്നുന്നു. നീ കളിക്കാറിങ്ങിയല്ലേ? ഓ, രഘു, ഹലോ 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 ഒന്നുകൂടി വാസ്ത രാവിലെ ട്രങ്കാള് ചെയ്യുന്നേ? ട്രങ്കോളല്ലാന്ന് ഞാൻ ക്യാൻറ്റീനിലെ മാനേജറെ വിളിച്ചായിരുന്നു. എന്തിനാ? അപ്പഴേക്ക് മൂപ്പർക്ക് ഭയങ്കര സ്റ്റൈല്. ഈ ജയിലിന്റെ മുതലാളിയാണെന്ന വിചാരം. അല്ല, ഇന്നലെ എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ ബീഡി എടുത്തു വെച്ചില്ല. വെളിയിൽ ഒരു ബീഡി കുറ്റി ഇരിപ്പുണ്ട്, അതൊന്ന് എടുത്തു തരാനായിരുന്നു. ദാരിദ്ര്യവാസി രാവിലെ വല്ല യോഗാസനം ചെയ്ത് തടി നന്നാക്കാതെ ബീഡി വിഴുങ്ങാൻ നടക്കുന്നു. കപിലാശാനെ, നേരം വെളുത്തത് മുതൽ ആശാൻ ഈ ഒരൊറ്റ ഇരിപ്പാണല്ലോ. വല്ല യോഗാസനവും ചെയ്ത് ഈ തടി ഒന്ന് നന്നാക്കാൻ നോക്ക്. പുറത്തിറങ്ങിയാലും നമുക്ക് ജീവിക്കണ്ടേ? അതെ അതെ, പുറത്തിറങ്ങി ജീവിക്കണമെങ്കിൽ ഇവന്റെ സിംഹാസനം പഠിച്ചാൽ മതി. പോരാണെന്ന് സിംഹാസനം അല്ലടാ, യോഗാസനം. കുംഭാസനം. പീറ്ററെ, ഈ തടി നന്നാക്കിയിട്ട് എന്താ കാര്യം? കബീർ ചെറുപ്പമാ, ആരോഗ്യം നോക്കണം. ഇവിടെ നിന്നിറങ്ങിയാൽ അന്ന് തന്നെ ഞാൻ തിരിച്ചു വരും. എന്നാ പിന്നെന്തിനാ ഇവിടുന്ന് പോകുന്നത്? ഇവിടെ നടന്നാ പോലെ. ഞാൻ ജീവനെ പോലെ സ്നേഹിച്ചിരുന്ന എന്റെ കാമുകിയെ ഒരുത്തൻ ദ്രോഹിച്ചു കൊന്നു. അവനെ തട്ടിയ ഒരു കുറ്റവും ആരും പറയില്ല കബീറെ. അതിനെനിക്ക് കഴിഞ്ഞില്ല പീറ്റർ. അതിനു മുമ്പ് അവരെന്നെ കൊലയാളിയാക്കി കള്ളക്കേസുണ്ടാക്കി. എന്നാ ഇന്നെ ജയിലിൽ കാടി അവന് തട്ടിച്ചുമ്പോ വേണം, ഞങ്ങളും കൂടെ വരാം. അത് പറ്റില്ലല്ലോ, ഒരാൾ ഇവിടെ വേണല്ലോ. എടാ പീറ്റേ, ഞാനിവിടെ നിൽക്കാൻ, നീ കൂടെ പോയിട്ട് വാ. ഞാൻ ഇസ്ലാമാണ്. കള്ളവും ചതിയും ഞാൻ ചെയ്യില്ല. ജയിലിൽ ചാടാൻ ഞാൻ തയ്യാറല്ല. അത് നിയമവിരുദ്ധമാണ്. തരം കിട്ടിയാ ഞങ്ങൾ ചാടും. താക്കോൽ വാടന്റെ കയ്യിലിരിക്കെങ്കിൽ എന്നെങ്കിലും ഞാൻ മോചിതനാവും. അന്ന് എന്റെ പ്രതിജ്ഞ ഞാൻ നിറവേറ്റും. റഷീദേ, ഞാൻ താഴെ വന്നാലുണ്ടല്ലോ. ചേച്ചി, ദേ ആ കൊല്ലുകൂടെ. ചേച്ചി, ഇതാരാ നോക്കൂ. ആരാ റഷീദേ? ഗോപിച്ചേട്ടൻ. ഗോപിക്ക് നെല്ലിക്ക വേണോ? ഈ കഴിക്കുന്ന നെല്ലിക്ക ആർക്ക് വേണം? എനിക്ക് നെല്ലിക്ക വേണ്ട. പിന്നെ അയ്യേ, ഈ ചേട്ടന്റെ നോട്ടം കണ്ടോ? ഊളം കോഴിയെ നോക്കുന്ന പോലെ. അയ്യോ, ഇറങ്ങാൻ പറ്റുന്നില്ല. ഞാൻ പിടിച്ചിറക്കാം. വേണ്ട, ഞാൻ ഇറങ്ങിക്കൊള്ളാം. പാപ്പ, നീ സ്കൂളിൽ നിന്ന് വന്നിട്ട് ഇതുവരെ എവിടെയായിരുന്നു? ഇതാ പാപ്പ. എന്താണ്? നെല്ലിക്ക. മരത്തുമേ കയറുന്നു പറഞ്ഞാൽ നീ കേൾക്കൂല.
അല്ലാണ്ട് പാപ്പ ഞാൻ കേറിയില്ല. പിന്നെ ഇത് എവിടുന്ന് കിട്ടി? അങ്ങേ വീട്ടിലെ രേണു ചേച്ചി പറിച്ചെന്നതാ. ഓ, അവളിപ്പോ മരത്തുമേ കയറാൻ തുടങ്ങിയോ? അല്ല, ഇതെന്ത് പറ്റി? ഫരീദക്ക ഈ നാട്ടിലെ വലിയ ആളാ. വളച്ചൊടിക്കാതെ കാര്യം പറയും. ആ ശേഖരൻ മോലാളുടെ ജീപ്പ് പിടിച്ചതാ ഇത്. വിശദമായിട്ട് പറയും. അവന്റെ കള്ളത്തടി കടത്ത് പിടിക്കാൻ ചെന്നു. നിങ്ങള് ഫോറസ്റ്റ് ഗാർഡല്ലേ, അതിനല്ലേ സർക്കാർ ശമ്പളം തരുന്നത്? പാസില്ലാതെ വന്ന ലോറിയും തടിയും വിടത്തില്ലെന്ന് പറഞ്ഞ് ഞാൻ തടഞ്ഞു. മുൻപേ വന്ന ജീപ്പ് എന്നെ ഇടിച്ചു തെറിപ്പിച്ചിട്ടങ്ങ്. എന്ത്? ഗാർഡിനെ ഇടിച്ചിട്ടിട്ട് തടിയും കൊണ്ട് അവന്മാര് പോയല്ലോ? ഫരീദക്ക, ഇതിനൊരു പരിഹാരം കാണാൻ നിങ്ങളെ കൊണ്ടേ പറ്റൂ. നിങ്ങൾ സർക്കാരിൽ ചെന്ന് പറയും. ഒരു മന്ത്രിയും അയാൾക്കെതിരായി ചലിക്കില്ല. അതെന്താണപ്പാ? എല്ലാ കക്ഷിയിലും അയാൾക്ക് സ്വാധീനമുണ്ട്. ഏതായാലും നിങ്ങളൊരു പരാതി എഴുതി കൊടുക്കും. ഇത് പറഞ്ഞ് ഞാൻ പരാതി എഴുതി കൊടുത്താൽ വാദി പ്രതിയാകും, കുറ്റം എന്റേതുമാകും. ഈ ശേഖരനെയും കൂട്ടരെയും വെറുതെ വിട്ടാ പറ്റില്ല. അവൻ എതിർത്തുകൊണ്ടല്ലേ എന്റെ മോൻ കബീർ ജയിലിലായത്. ഈ വനത്തിൽ എന്തെല്ലാമാണ് നടക്കുന്നത്. വ്യാജവാറ്റ്, കള്ളനോട്ടടി, കള്ളക്കടത്ത് എല്ലാമുണ്ട്. ഈ എക്സൈസുകാർ എന്തിനാണപ്പാ ഉടുപ്പും തൊപ്പിയിട്ടുകൊണ്ട് നടക്കുന്നത്? ഇവനെയൊക്കെ വെറുതെ വിട്ടാൽ രക്ഷയില്ല. ചേച്ചി ചേച്ചി, എന്താ നാളെ കാവിൽ ഉത്സവമല്ലേ? എന്റെ ചേച്ചി എന്നെ അയക്കും തോന്നില്ല. എന്റെ ചേച്ചിക്ക് എന്നെ കുറിച്ച് ഭയങ്കര പേടിയാ. ഞാൻ വരാൻ നോക്കാം. വരട്ടെ. ശരി. എന്താ? രേണുവിനെ രഘു തട്ടിക്കൊണ്ടുപോയി. ചേച്ചി ചേച്ചി, രേണുവിനെ രഘു തട്ടിക്കൊണ്ടുപോയി.
നിർത്ത്. ഇവനെ കെട്ടിവരിഞ്ഞു നിർത്തിയിട്ടാണോ നിങ്ങളുടെ കൈവിരുത് കാണിക്കുന്നത്? ഈ പെണ്ണിനെ അവമാനിച്ച ഇവനെ ഞങ്ങൾ ജീവനോടെ വിടില്ല. നീയൊന്ന് തഞ്ചപ്പെടടോ. ഇവനെ പെട്ടെന്ന് കൊല്ലരുത്. ഇവൻ പെട്ടെന്ന് മയ്യത്തായ ചെയ്ത ദ്രോഹത്തിന്റെ വേദന അറിയത്തില്ല. ശങ്കര, എന്തോ ഇതെന്ത് രേണു? ഞാൻ നശിച്ചു ചേച്ചി. ഇനി ഞാൻ ജീവിക്കാൻ പാടില്ല. ഒന്നും പറ്റിയില്ലല്ലോ. നീ പോയാൽ എനിക്കാരുണ്ടല്ലോ ചേച്ചി? അമ്മയില്ലാത്ത നിന്നെ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയത് ഇതിനായിരുന്നു. ആ രഘുവും കൂട്ടും കരുതിക്കൂട്ട് ചെയ്തതാണ്. അവൻ എന്നെയാണ് അപമാനിച്ചത്. എന്റെ ശരീരത്തിൽ ഒരു തുള്ളി ചോരയുണ്ടെങ്കിൽ ഞാൻ അവനോട് പകരം ചോദിക്കും. ഇല്ല ചേച്ചി, ഞാൻ ജീവിച്ചിരുന്നാൽ അവൻ ഇനി എന്നെ ശല്യപ്പെടുത്തും. ഇല്ലടി, അവൻ ഇനി ഈ പ്രദേശത്ത് കാലുകുത്തില്ല. നീ വാ, നമുക്ക് വീട്ടിൽ പോകാം.